പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തോൽഹത്ത് മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് നമ്മൾ ഇതിൻ്റെ ഹൈഡ്രോളിക്സ് നോയ്സ് BS4 വണ്ടിയാണ്. ഹൈഡ്രോളിക് സൗണ്ട് നോക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ ചിലവ് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കേസുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. വണ്ടി സൗണ്ട് ആദ്യം തന്നെ കേൾപ്പിച്ചു തരാം. നമുക്ക് സൗണ്ട് ഇത് ഫുൾ ടൈം സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ കോൾഡ് സ്റ്റാർട്ടിങ് സൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതിന് മെയിനായിട്ട് വരാനുള്ള കാരണം സാധാരണ എല്ലാവരും ഇങ്ങനത്തെ കംപ്ലൈൻസ് നേരെ ഹൈഡ്രോളിക് ടാപ്പ് മാറ്റും, അയക്കും, അതല്ലെങ്കിൽ ഓയിൽ പമ്പ് മാറ്റും. ഇത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചത് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമ്മളിതിൽ കുറച്ച് പഴയ ഓയിൽ ഒഴിച്ചിട്ട് നോക്കുകയാണ് കേട്ടോ. പഴയ ഓയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് യൂസ്ഡ് ഓയിലാണ് ഒഴിക്കുന്നത്. അതിൻ്റെ ഓയിൽ ഫുള്ള് മാറ്റാനുള്ളതാണ്. അതിൻ്റെ സൗണ്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫുൾ ടൈം സൗണ്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഓയിലാണ്, ഓയിൽ ലെവലാണ്. ഓയിൽ ലെവൽ ചെക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് ആണെങ്കിൽ ഓയിൽ എന്താണെങ്കിലും ഹൈഡ്രോളിക് നോയ്സ് വരുന്നെങ്കിൽ ഓയിൽ മാറ്റാൻ വൈകിട്ടുണ്ടെങ്കിൽ അതിന് ഓയിൽ ഫിൽറ്റർ, അതിൻ്റെ താഴെ വരുന്ന ഓയിൽ സ്ട്രെയിനറൊക്കെ കറക്റ്റ് അയച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്ത് രണ്ടാമതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് 1-2 കിലോമീറ്റർ ഓടിയിട്ട് നോയ്സ് നിൽക്കുന്നില്ലെങ്കിൽ മാത്രമേ ഹൈഡ്രോളിക്കിലേക്ക് പോകേണ്ട റോക്കർ അയക്കേണ്ട കാര്യം തന്നെ ഉള്ളൂ. കവർ അയച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം ഒരിക്കലും ഹൈഡ്രോളിക്ക് ഒന്ന് റിലീസായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ചില സമയങ്ങളിൽ പമ്പായി കിട്ടാൻ കുറച്ചൊരു ടൈം ലാഗ് എടുക്കും, സമയം എടുക്കും. കുറച്ച് ഓടി പതുക്കെ ഇങ്ങനെ ലോഡായി ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ ലോഡാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഓയിൽ മാറ്റാനുള്ള വണ്ടിയാണ്. അപ്പം മാറ്റുന്നതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ പ്രാഥമികമായിട്ട് ചെക്കിങ് നടത്തുകയാണ്. ഇപ്പം നോക്കുക, നോർമൽ സൗണ്ടായി. അപ്പോൾ ഏതൊരാൾ ഹൈഡ്രോൾ ടാപ്പ് നിങ്ങൾ വണ്ടിക്ക് ഹൈഡ്രോൾ ടാപ്പിൽ ഉണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓയിൽ മാറ്റുക എന്നുള്ളതാണ്. ഓയിൽ ഫിൽറ്റർ, ഓയിലിൻ്റെ സ്ട്രെയിനർ മാറ്റുക. എന്നിട്ട് ഒരു 5 കിലോമീറ്റർ ഓടിയിട്ട് ഒരു 4-5 കിലോമീറ്റർ ഓടിയതിന് ശേഷം ലോഡായിട്ട് ഹൈഡ്രോൾ ടാപ്പിൻ്റെ ലോഡ് അനുവദിക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ ഹൈഡ്രോളിക് മാറ്റുന്ന വിഷയങ്ങളോ മറ്റോ ചിന്തിച്ചാൽ തന്നെ മതി. അതല്ലാതെ ഹൈഡ്രോളിക് നോയ്സ് ഉണ്ടെന്ന് പറഞ്ഞ വർഷോപ്പ് പോയിട്ട് അത് അയച്ചിട്ട് ഒരു സംഖ്യ വെറുതെ വേസ്റ്റ് ആവും. അതുകൊണ്ട് അതിൻ്റെ കാര്യമല്ല. ഹൈഡ്രോളിക് ഒരിക്കൽ റിലീസായി കഴിഞ്ഞാൽ ഓടിയിട്ട് തന്നെ സമയം കൊടുക്കണം. മിനിമം ഒരു 5 കിലോമീറ്ററിൽ ഓടണം. അതിന് ശേഷം മാത്രമേ ഹൈഡ്രോളിക് പൂർണ്ണമായിട്ട് ലോഡാവുള്ളൂ. ആ ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോയ്സ് കംപ്ലീറ്റ് കളയാൻ കഴിയും. ഓയിൽ മാറ്റിയിട്ട് ഇങ്ങനെ ഓടിയിട്ടും പോകുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ ഹൈഡ്രോളിക് നോക്കിയാൽ മതി കേട്ടോ. ഇതാണ് ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഹൈഡ്രോളിക് നോയ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇത് നിലവിൽ 1 ലിറ്ററിൻ്റെ അടുത്ത് ഓയിൽ കുറവുണ്ട് ഈ വണ്ടിയിൽ. അതിപ്പം എങ്ങനെ പറ്റിയെന്ന് അറിയില്ല. ചെറിയ രീതിയിൽ സ്മോക്ക് വരുന്നുണ്ടോ, കാർബൺ ഉണ്ട്, സൈലൻസറിൽ കാർബൺ കാണുന്നില്ല. ചെയിൻ പോക്കറ്റ് വെളിയിൽ നിന്ന് മാറ്റി കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ സാധാരണ ഒരു ചെയിൻ പോക്കറ്റ് വെളിയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ സാധാരണ വർക്ക്ഷോപ്പിലൊക്കെ അറിയാത്തവരാണെങ്കിൽ അതിൻ്റെ ഓറിങ്സിൻ്റെ പ്രശ്നം, ഓറിങ് റീപ്ലേസ് ചെയ്യുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓറിങ് റീപ്ലേസ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാലും ഈ ഒരു വിഷയം ഉണ്ടാവാറുണ്ട്. അതുമാതിരി കുറച്ച് ഓടി ഒരു 10-20-30 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ഹൈഡ്രോളിക് നോയ്സ് വരുന്നതെങ്കിൽ ഓയിലിൻ്റെ പമ്പ് മാറ്റി കൊടുക്കുക. BS4ൻ്റെ പമ്പ് എടുത്തിടുക. പമ്പ് ഡ്രൈവ് മാറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഓറിങ്ങും കറക്റ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പം കുറച്ച് ഓടിയിട്ടാണ് വരുന്നതെങ്കിൽ കേട്ടോ 30-40 കിലോമീറ്റർ കൂടിൻ്റെ ഹൈഡ്രോളിക് നോയ്സ് വരിക. അത് പിന്നെ തണുക്കുന്ന സമയത്ത് ഓയിൽ പമ്പ് മാറ്റി കൊടുക്കുക. അതല്ല ഫുൾ ടൈം ഇങ്ങനെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ എല്ലാ സമയത്തും വരാമെന്നുണ്ടെങ്കിൽ ഓയിൽ ലെവൽ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യുക. ആദ്യം നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഓയിൽ ലെവൽ നോക്കുക. ഓയിൽ ലെവൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ
പിന്നെ കറക്റ്റ് ഓയിൽ മാറ്റാറായ വണ്ടിയാണെന്നെങ്കിൽ ഓയിൽ ഫിൽറ്റർ, ഓയിൽ സ്ട്രൈനർ ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലും, അതേമാതിരി ചെയിൻ സ്പ്രോക്കറ്റ് ഏതെങ്കിലും വെളിയിൽ നിന്ന് മാറ്റിയ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ഓറിങ് കാര്യങ്ങൾ കറക്റ്റ് സീറ്റിംഗ് ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ. അത് റോക്കർ അയച്ചാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. മുള റോക്കർ അയച്ചു കഴിഞ്ഞാൽ ഓയിലിൻ്റെ പ്രഷർ മനസ്സിലാക്കാൻ പറ്റും. ആദ്യം ഓയിൽ മാറ്റുക, ഓയിലിൻ്റെ കാര്യങ്ങൾ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഫുള്ള് മാറ്റിയതിന് ശേഷം സൗണ്ട് 4-5 കിലോമീറ്റർ ഓടിയിട്ട് സൗണ്ട് പോകുന്നില്ല എങ്കിൽ മാത്രം റോക്കർ അയച്ചതിൻ്റെ ഓയിലിൻ്റെ പ്രഷർ നോക്കുക. ഓയിലിൻ്റെ പ്രഷർ ഓക്കെ ആണെന്ന് മാത്രം ഹൈഡ്രോളിക്കിലേക്ക് പോവുക. ഇതാണ് ഈ ഒരു ഹൈഡ്രോളിക് ടാപ്പിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിപ്പോൾ സാധാരണ നോർമൽ സൗണ്ട് ആയിട്ടുണ്ട്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഇവിടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.